നായികയെ കാണാൻ നമുക്ക് ഭയങ്കര സ്വീകരണമാണല്ലോ. ചേട്ടാ, വണ്ടി റിവേഴ്സ് എടുക്കും. ഇരിക്കിരിക്കെ, സൈലന്റ് ആയിരുന്ന കാഴ്ച കണ്ടോ? ഇപ്പൊ നമ്മുടെ നായികയെ പറ്റി എന്ത് തോന്നുന്നു? പ്രോബ്ലം എത്ര ഭംഗിയായി സോൾവ് ചെയ്തു. ഇതേ സത്യമായിട്ടും ആദ്യം വഴക്കുണ്ടാക്കാൻ വന്നത് എവളാണ്? അല്ലെങ്കിൽ അവളോട് ചോദിച്ചു. ഞാനല്ല, ഇവരോടൊക്കെ ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്തിനു വേണ്ടി വഴക്കുണ്ടാക്കി? ആ വെള്ളം ഇതാ വെറുതെ പോകുന്നു. നിങ്ങളിൽ ഒരാൾ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇതിങ്ങനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഒരു വഴക്കും ഒഴിവായനെ. നീ എടുത്തോ. നീയല്ലേ ആദ്യം വഴക്കുണ്ടാക്കിയത്. നീ എടുത്തോ. വേണ്ട വേണ്ട, നീ എടുത്തോ. എടുത്തോടി. എടുത്തോളാൻ പറഞ്ഞില്ലേ? ശരി. കൊട്ടുകൊണ്ടാലേ അണ്ടി വാപ്പൊളിക്കും. ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ ബുദ്ധി വരും. പെണ്ണുങ്ങൾ ഇന്ന് തമ്മിലടിക്കും, നാളെ ഒന്നിച്ചു കൂടും. ഇതിനൊക്കെ കത്തിയും വടി എടുക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ പിള്ളേരുടെ ഗതി എന്താകും? ഒരബദ്ധം പറ്റിപ്പോകുന്നു. നിങ്ങളൊക്കെ ലോകം കണ്ടവരാണ്. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ക്ഷമിക്കണം. ഹലോ ഹലോ. ഞങ്ങൾ എപ്പോ വന്നാന്നറിയാമോ? എപ്പോ വന്നതാ? പടം തുടങ്ങിയപ്പോ മുതലുണ്ട്. ഓ, ഞാനൊരാളായിരുന്നു. ചേട്ടന്റെ ഒരു ഭാഗ്യം നോക്കണേ. അമ്മയങ്ങത്തുണ്ടോ? ഉണ്ട്. അമ്മായിമ്മയുണ്ട്. ഇപ്പൊ വരും. കാണുമ്പോ ഒരു നമസ്കാരം കൊടുക്കണേ. വരൂ മോനെ. അസുഖം എങ്ങനെയുണ്ടമ്മേ? കുറവുണ്ട്. അമ്മയുടെ മോള് വല്ല ക്ഷുദ്രമിട്ടോ? എല്ലാവരോടും അവൾ സ്നേഹം കാണിക്കുന്നു. അവളോടും എല്ലാവരും സ്നേഹം കാണിക്കുന്നു. പോലീസുകാർക്ക് അടക്കാൻ കഴിയാത്തൊരു യുദ്ധം. ഒരു സാരി അടയ്ക്ക്. സംതിങ് ഗ്രേറ്റ്. മിസ് ഗീത, ഈ സാരി എനിക്ക് പ്രസന്റ് ചെയ്യുവോ? മാനം കിട്ടാതെ. ഒന്നും മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. അമ്മേ, വന്നിട്ട് എത്ര നേരമായി? കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസോ കേസോ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരാം. അയ്യോ, മാനം കിട്ടാതെ അടി. എന്ത് ചെയ്യും? അമ്മേ, ചേട്ടത്തി, നിങ്ങളുടെ അമ്മയെ ഞാൻ നോക്കിക്കോളാം. ചേട്ടനെ നിങ്ങൾ നോക്കിക്കോ. സംസാരിക്കാൻ അരമണിക്കൂർ മതിയോ? എന്റെ അമ്മേ, അനിയത്തെ വിളിച്ചോണ്ട് വന്ന് അമ്മ അകത്തേക്ക് അയച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. ഇക്കണക്കിന് പ്രേമിക്കുമ്പോഴേക്കും വയസ്സാകും. അമ്മയോട് നിങ്ങൾ ആരാണെന്ന് പറയണം. നല്ല പെണ്ണുണ്ടെങ്കിൽ പറയണമെന്ന് വേണ്ടപ്പെട്ട ഒരാളോട് അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വന്നതാ. പെണ്ണോ? അതെ. ഇവിടുത്തെ ചെറുക്കനാണോ? അതെ. അർജന്റാ? ഇരിക്കൂ. ഇണയവിടെ തുണയവിടെ സിന്ദൂരത്തോരം നനഞ്ഞൊഴുകും. അവസരം പാടാതെ. പുറത്ത് അപശകനും ബ്രോക്കർ രൂപത്തിൽ വന്ന് നിൽക്കുന്നു. എന്തായി പറയുന്നത്? അമ്മ പറഞ്ഞിട്ട് അയാൾ ഏതോ ഒരു പെണ്ണിന്റെ ജാതകം കൊണ്ട് വന്നിരിക്കുന്നു. എന്റെ പൊന്നനിയത്തിയല്ലേ, എങ്ങനെങ്കിലും ഒന്ന് അയാളെ പറഞ്ഞയക്കുക. ഇന്ന് അയക്കാം. നാളെ എന്ത് ചെയ്യും? അയാൾ ഈ ഭാഗത്തേക്ക് എത്തി നോക്കാതിരിക്കാൻ ഞാനൊരു പണി ചെയ്യാം. എന്താ? ചേട്ടൻ അമ്മയെ ബ്ലോക്ക് ചെയ്യണം, ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്യാം. എന്താ? ആദ്യം ചെറുക്കനെ കാണൂ, ബാക്കി കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കും. പെണ്ണിന് വയസ്സ് എത്രയാന്നാ പറഞ്ഞത്? 18. 18? വയസ്സാണ് അല്പം. അത് സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശങ്കുമാമ, നമസ്കാരം. നമസ്കാരം. ഇതാരാ? ഇതാ ചെറുക്കൻ. ഇതാണോ ചെറുക്കൻ? ഇതുവരെ കല്യാണം ചെയ്തിട്ടില്ല. പ്യുവർ വെജിറ്റേറിയൻ മാതിരി, പ്യുവർ ബ്രഹ്മചാരി. വിശ്വസിച്ച് പെണ്ണു കൊടുക്കാം. ഇങ്ങേർക്ക് 18 വയസ്സുള്ള പെണ്ണോ? എന്താണ് ഇവൻ പറയണത്? മാമ, 18 വയസ്സുള്ള ഒരു പെണ്ണുണ്ട്. ചെറുക്കന്റെ വയസ്സ് അവർക്ക് പ്രശ്നമല്ല. മാമന് ഇഷ്ടമാണെങ്കിൽ ചിങ്ങത്തി കല്യാണം. യെസ് ആർ നോ? 18 വയസ്സുള്ള പെണ്ണ് എനിക്കോ? എനിക്കാണോ? എനിക്ക് കാശ് കിട്ടുന്ന ഒരു എന്ത് മോഗ്രത്തിനോ ചെയ്യാം. ഏത് പെണ്ണിനെ ആരുടെയും തലയിൽ കെട്ടി വെക്കാം.
അവന്റെ ഇരിങ്ങാലക്കുട കളമക്കുറി നിന്റെ കണ്ണി തോന്നിരിക്കുന്നല്ലോ, കണ്ണു കുടിച്ചിട്ടുണ്ടോ? ഇനി ഈ വഴിക്കം കണ്ടാലല്ലോ അടിച്ച് നിന്റെ ഹാപ്പിയാൻ നടക്കും. പോടാ എടീ, ഇതെല്ലാം നിന്റെ പണിയാണല്ലേ? എനിക്ക് പെണ്ണന്വേഷിക്കുന്നു, അതും 18 വയസ്സുള്ള പെണ്ണ്. ഇതിനെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? തോളത്തിട്ട് താരാട്ടാനോ? പാർവതി, പാർവതി, എന്താ ഏട്ടാ? നിന്റെ മോള് കാണിച്ച പണി കണ്ടോ? എനിക്ക് 18 വയസ്സുള്ള ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ ഒരു കിളവനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്താണടി മാമനോട് കളിക്കുന്നത്? അമ്മേ, മാമൻ സമയത്ത് കല്യാണം ചെയ്തില്ല. ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ വയസ്സാകുമ്പോൾ കഷ്ടപ്പെടും. ശരി, സമ്മതിച്ചു. നിന്റെ ആജ്ഞപ്രകാരം 18 വയസ്സുള്ള പെണ്ണിനെ ഞാൻ കെട്ടിക്കോളാം. പക്ഷെ നിനക്കൊരു ചെറുക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, 61 വയസ്സുള്ള റിട്ടയർഡ് വില്ലേജ് ഓഫീസർ. ഇത് കാണിക്കോ അമ്മേ? ആണോ? We can never forget that olden days. Old is good, അല്ലേ? ഹലോ സർ. ആ, വരൂ പ്രസാദ്. വിളിച്ചോന്ന് പറഞ്ഞു. ലേബർ കമ്മീഷണർ കാണുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ സാർ. ബൈ ദ ബൈ, മീറ്റ് മൈ ഓൾഡ് ഫ്രണ്ട് മിസ്റ്റർ മത്തായി ഫ്രം മലേഷ്യ. ഹലോ. ഇപ്പൊ കേരളത്തിൽ കൂടാൻ വന്നിരിക്കുകയാണ്. എന്താടാ എന്നെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ അനിയനാരാ? ആ, സ്വാമിനാഥൻ എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. ഇത് അയാളുടെ മകനാണ്, പേര് പ്രസാദ്. Now he is my manager. Very sincere work. ബൈ ദ ബൈ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താണ്? നിന്റെ മോളിപ്പോ എങ്ങനെ? ഓ, ഒന്നും പറയണ്ട. റൗഡി നമ്പർ 1. ഹായ്. ഏയ്, black and white. Kiss me tight. വലിയ പാർട്ടിയാ, വാ. സ്വാമിയെ ശരണയ്യപ്പ. സ്വാമി ഗ്ലാമറിലാണല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ കക്ഷിയാണ്. ആമ്പളയ്ക്ക് ആമ്പളെ, പൊമ്പളയ്ക്ക് പൊമ്പളെ. എന്നെ കളിയാക്കണ്ട. പാവം സ്വാമി. പോട്ടെടി. സെക്രട്ടറി പറഞ്ഞതല്ലേ? ഓക്കെ, സാങ്ഷൻസ്. നിങ്ങളെല്ലാം കോളേജിൽ പഠിച്ച് മാരേജ് ചെയ്യണ്ടേ? ഇങ്ങനെ ചൂടിലിരുന്ന് കല്ല് ചൂടാക്കണ്ട. സ്വാമി, ഒരു അഡ്വൈസ് ചോദിക്കണ്ട. ഡ്രസ് കൊള്ളാമല്ലോ. എന്താ ഡ്രസ്? നെറ്റോ? ബെസ്റ്റ്, നല്ല വസതി. ഇത് പോട്ടാ, തൂങ്ങുമ്പോൾ കൊസു കടിക്കാതെ, കുളിക്കുമ്പോൾ മീൻ പിടിക്കണം. സ്വാമി, മീൻ കിട്ടിയാ കൊടുത്തയക്കണം. വരട്ടെ. എന്താ എന്താ ചിരിക്കുന്നത്? ഞാൻ അവർക്ക് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. വരൂ, പോ. എടേ, ആരാടാ പിടിച്ച് വലിക്കണത്? നിന്റെ അമ്മായിയപ്പൻ. അമ്മായിയപ്പനോ? ജയനോ? എന്താടാ? എടാ, ഒരു പീറ പെണ്ണിനെ കൈമണി അടിച്ച് നടക്കാൻ നിനക്ക് നാണമാകും? ഇല്ല, നാണിച്ചാൽ എന്റെ സീറ്റ് പോകും. സീറ്റ്? വാ, പറയാം. അവൾ ആരാണെന്ന് വിചാരിച്ചത്? ഈ കോളേജിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ടു ഏരിയയിൽ അവളുടെ അച്ഛന്റെ ഡൊണേഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഫൗണ്ടേഷൻ അടിയിൽ അവളുടെ മുത്തച്ഛന്റെ കല്ലറ വരെ കാണും. അവളോട് ഉടക്കിയാൽ നിന്റെ സീറ്റ് കീറും. ബ്രദർ, നീ ഇന്ന് വന്നല്ലേ ഉള്ളൂ. അവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വഴി അറിയാം. എന്നെ കുറിച്ചും ധാരാളം അറിയും. അതേടാ, സ്വാമി ആദ്യം വരുമ്പോ ഷർട്ട് മുണ്ട് ഇട്ട് വേണം കോളേജിലേക്ക് വന്നിരുന്നത്. ഇവരുടെ ശല്യം ചെയ്യിക്കാതെ ഈ രൂപത്തിലായതാ. പിന്നെ എന്നെ വിട്ട മട്ടില്ലേ? നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരാം. എന്താ? ഞങ്ങളെ തമ്മിലൊന്ന് മുട്ടിച്ചു തരാം. എടാ, വേണ്ടടാ, നീ ഇത്. ശരി, നീ എല്ലാ കോളേജിലും 1 വർഷം ഉണ്ടായിരുന്നു. ഇവിടെ 1 ദിവസം നിന്നാലായി. എന്താ സ്വാമി, ആരായി പുതുമുഖം? ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് ജയൻ. നിങ്ങളെ കാണുന്നൊരു ആശ. ഇവരുടെ പേരും ആശ. ഹലോ. ഇവരാണ് ഈ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ ലീഡർ. എല്ലാ വർഷവും ഇലക്ഷന് ഇവരെ ജയിക്കും. കാരണം ഇവർ മാത്രമേ നിൽക്കൂ. അതേപോലെ ഇവനും ഏത് കോളേജിൽ വന്നാലും ഇവനാ കിങ്. എന്ത്? ഇവിടെ ക്യൂണ്ടല്ലോ. മന്ത്രികുമാരി, വിദേശത്ത് നിന്ന് ഒരു മഹാരാജാവ് വന്നിരിക്കുന്നു. നമ്മുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്ന അവരെ നമുക്ക് വീരോചിതം സ്വീകരിക്കണ്ടേ? രാജോപചാരം ചെയ്യാം മഹാറാണി. കട്ടള ഇട്ടിട്ടുണ്ട്, പോയി കിട്ടുന്നത് വാങ്ങിച്ചോ. ഏയ്, ഞാനില്ല. രാജാവിനും റാണിക്കും ഇടയ്ക്ക് മന്ത്രിക്ക് എന്താ കാര്യം? ഞാൻ പാലക്കാട്ട് പോവാ. കുറുമത്തികളാ പോണത്. പട്ടികളെ എന്താ ചേട്ടാ അത്? ട്യൂഷന് പോകാൻ നേരമാകുമ്പോഴോ ഇവനൊക്കെ തൂറാൻ വിട്ടുള്ളത്. വെച്ച് വെച്ചിരിക്കില്ല പന്നിനെ പോലെ പതാരണത്തിന്. എല്ലാം നിങ്ങളുടെ കുറ്റമാ. എന്തിനാ ചേച്ചി ചേട്ടനെ ചീത്ത പറയുന്നത്? ഇങ്ങേർക്ക് രാത്രിയിൽ ഉറക്കം വന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നൊന്ന് ചോദിച്ചേ. എന്ത് ചെയ്യും? ഒന്നുമില്ല. കൊച്ചിലെ പള്ളിക്കുടിച്ച് പോകാൻ പറഞ്ഞാ ഞാൻ കക്കൂസ് കയറിയിരിക്കും, ഒരു വീടി വലിക്കും, അത്യാവശ്യം അച്ഛന്റെ കാശ് പൊട്ടിക്കും, സിനിമയ്ക്ക് പോവും. ഇതൊക്കെ പിള്ളേരെ പറഞ്ഞു കൊടുക്കും. അതൊരു തെറ്റാ. അതാ പിള്ളേരിപ്പൊ ചെയ്യുന്നത്. ചേച്ചി, അപ്പുച്ചേട്ടി ഇവിടം കൊണ്ട് നിർത്തിയത് നന്നായി. എന്ത് വന്നാലും ഇവരൊന്ന് പുറത്തു വിടരുത്. നിന്നേക്ക് ഞാൻ ആപ്പിടിക്കൂടാ.
എന്താ? ഞങ്ങൾ ഇവിടെ പുതിയതായി താമസിക്കാൻ വന്നതാ. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ പിള്ളേരെ കൂടി അങ്ങോട്ട് അയക്കട്ടെ? അതിനെന്താ, അയച്ചോളൂ. ഫീസൊക്കെ എങ്ങനെ? ഞാൻ ഫീസ് വാങ്ങാറില്ല. ഇക്കാലത്ത് ഫീസ് വാങ്ങുന്നവരെ ശരിക്കും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഫീസ് കൂടെ വാങ്ങാതെ പഠിപ്പിക്കുന്നു. അതിശയമായിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഗീത. മനസ്സിലായോ? ആ ഗീതേ, നിനക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. ഞാനിതാ വരുന്നു. ഇവരെ ഒന്ന് നോക്കി. നീ പൊയ്ക്കോ, ഞാൻ ഏറ്റു. കുട്ടികളെ, ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കാണ്. എല്ലാവരും നല്ലപോലെ പഠിക്കണം. അമ്മേ, മുള്ളാൻ പോണം. എന്താടാ? എന്താ കുട്ടി, ഇങ്ങനെ നിരാശപ്പെടുത്തിയാലോ? എന്താ? ഓഫീസ് കാര്യത്തിനായി ഓഡിറ്റർ കാണാൻ പോയായിരുന്നു. വരുന്നതിന് പോയി കളഞ്ഞല്ലോ. ഒന്ന് കണ്ടിരുന്നെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു. ഇത് പറയാനാണോ വിളിച്ചത്? എന്താ, ബുദ്ധിമുട്ടായോ? അതുകൊണ്ടല്ല, പിള്ളേർക്ക് നാളെ ടെസ്റ്റ് പേപ്പറാണ്. ട്യൂഷൻ കൊടുക്കണം. കരക്കാര് പിള്ളേരോട് ഇത്ര സ്നേഹം കാണിക്കുമ്പോ ഇനി നമുക്ക് 4 എണ്ണം ഉണ്ടായാലോ? 4? അത് മതിയോ? ആ, എന്റെ ജാതപ്രകാരം 4 എണ്ണം ഉണ്ട്. പിന്നെ നിന്റെ ജാതപ്രകാരം 2ഓ 3ഓ ഉണ്ടെങ്കിലും ഇരുന്നോട്ടെ. ആരെങ്കിലും കേൾക്കും. ഫോണിലാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഫോൺ കട്ട് ചെയ്യും. ഇത് നമുക്ക് ശരിയാവില്ല. ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ അപ്ലൈ ചെയ്തിട്ട് വേറെ കാര്യം. എന്താ, ചെയ്തോട്ടെ? ശരി, താങ്ക് യു. നിങ്ങളുടെ ലീഡർ വരുന്നുണ്ട്. ഇന്ന് അവക്കിട്ടൊരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. നീ കണ്ടോ? വരുന്നുണ്ട്. എന്താടി, ലീഡർ ആയതുകൊണ്ട് എന്നും വൈകി വരാമെന്നാണോ? അതേ, ഡാഡി ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയടി, അതുകൊണ്ട് അല്പം വൈകി. ഓഹോ, യെസ്. ഇന്ന് എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ കന്നടക്കാരിയുടെ പേരിൽ ഒരു കേസ്. കേസോ? അതെ, നമ്മുടെ നിയമത്തിനെതിരായി സൈക്കിളിൽ പോയ ഒരുത്തന്റെ കൂടെ കറങ്ങി നടന്നു. എന്താടി പുതിയ ഒരു കംപ്ലൈന്റ്? ഒരാൾ സൈക്കിളിൽ കറങ്ങി നടക്കുന്നത് ഞാനും കണ്ടു. പക്ഷെ ഞാൻ കറങ്ങിയിട്ടില്ല. ആണുങ്ങളെ നമ്മൾ അടക്കിയതല്ലാതെ അവർ നമ്മളെ അടക്കിയത് ചരിത്രത്തിലില്ല. അതുകൊണ്ട് നിന്നെ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അയ്യോ, അയാളെ ഞാൻ വിട്ടേക്കാം. എന്റെ സെക്രട്ടറി പോസ്റ്റ് വിടരുത്. ദാറ്റ് ഈസ് ദി സ്പിരിറ്റ്. കം ഓൺ. ആശ മതിലുമായിട്ട് ഒട്ടിയിരിക്കുന്നില്ല. നീ എന്ത് ചെയ്തു? ആശയ്ക്ക് പശ വെച്ചോ? എന്ത് ഒട്ടിയിരിക്കുന്നു? പശ വെച്ചിരിക്കുന്നോടെ കൊച്ചു കള്ള, ഇന്ന് എവിടെയൊക്കെ അന്വേഷിച്ചടാ മോനെ. ഓ, വലിയ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. വേണ്ടടാ മോനെ, അധികം ദേഷ്യപ്പെട്ട പ്രഷർ വരും. ഞാൻ പോയാ ശരിയടാ മോനെ, ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകാം. ഇവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇവനായിരിക്കും ഇവിടെ പശ വെച്ചിരിക്കുന്നത്. ഇവനെ വിടാൻ പാടില്ല. ഇവനൊരു പാഠം പഠിപ്പിക്കണം. അയ്യോ, എന്റെ അമ്മ, നടക്കാൻ വയ്യ. എത്ര ആയാലും എന്റെ ജയ, നീ ധൈര്യവാൻ തന്നെ. ഇതാ പറയുന്നത്, ആണുങ്ങളായ തല നിവർന്ന് നടക്കണമെന്ന് മനസ്സിലായോ? മണ്ണിലായി. എന്താടാ ചെയ്ത്? ആ ആശയുടെ കരണ കുറ്റി കടിച്ചു. നമുക്കില്ല ധാർമ്മിക രോഷം അവനുണ്ടായല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഏതാ മണ്ട, അവളുടെ അച്ഛൻ കംപ്ലൈന്റ് ചെയ്താൽ നാളെ പോലീസ് വന്ന് നമ്മളെ ലാത്തി കൊണ്ട് അപ്രീഷിയേറ്റ്. ആരെന്ത് പറഞ്ഞാലും അവനാണോടാ നമ്മുടെ കോളേജിലെ ഹീറോ. ആമാ, നീ ഹീറോ, നാളേക്ക് സീറ്റ് പോനാ ഹീറോ. എപ്പടിയും ഉണ്ടാള് இந்த കോളേജ് വിട്ട് പോയിടും. പാവം, ഒരു സെന്റ് ഓഫ് പാർട്ടി കൊടുത്തു വിടാം. ഏയ്, റോസാപ്പൂ മാല, ഐസ്ക്രീം എല്ലാം വാങ്ങണം. ആൾക്ക് ഒരു 10 രൂപ താ. അപ്പൊ നീ നോൺ പണം വെക്കാനുള്ള കവർ തരാം. അത് മനസ്സിലിരിക്കട്ടെ. ആദ്യ 10 രൂപ നീ വെക്കണം. എന്നാ പാർട്ടി വേണ്ടടാ. സ്വാമി, ഉണ്ടടാ, ഉണ്ട് ഉണ്ട് ഉണ്ടടാ. എനിക്കാണോ പാർട്ടി? ശരി, നടക്കട്ടെ. ഉപദ്രവിക്കാനാണോ ഭാവം? അല്ല, ക്ഷമ ചോദിക്കാൻ വന്നതാണ്. എന്താ അതിശയം തോന്നുന്നു?
ആശേ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരു മൃഗമല്ല. എനിക്ക് മനസാക്ഷിയുണ്ട്. മിസ്റ്റർ എങ്കിൽ അങ്ങനെ ഒരുത്തൻ എന്തിനെന്നെ അടിച്ചെന്നല്ലേ നീ ചോദിക്കാൻ പോകുന്നത്? പറയും. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അവമാനിച്ചു. ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ ഞാൻ വീണത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചപ്പോ എന്റെ നിയന്ത്രണം വിട്ടു. ആ ദേഷ്യത്തിൽ ഞാൻ നിന്നെ അടിച്ചു പോയതാണ്. അത് എത്ര വലിയ തെറ്റാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നത്. നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ആശേ, കൈയെടുക്കൂ. നീ ക്ഷമിച്ചെന്ന് പറഞ്ഞാല് ഞാൻ കൈയെടുക്കും. ഇനിയും നിനക്കെന്നോട് അലിവ് തോന്നുന്നില്ലേ? മിസ്റ്റർ ജെയിൻ, പ്ലീസ് പ്ലീസ് ആശ. ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഗുഡ് ബേബി. ഇപ്പൊ എന്ത് പറയുന്നു മക്കളെ? എടാ ജയ, നീ ട്രൂളി കിങ് ഓഫ് കിങ്സ്ഡാ. വല്ല സെന്റ് ഓഫ് പാർട്ടി എന്താകാൻ ഉദ്ദേശമുണ്ടോ? സ്വാമി, മാല വേസ്റ്റായല്ലോ. എടാ മണ്ട, സെന്റ് ഓഫ് പാർട്ടി മാറ്റി ഇപ്പൊ നമ്മുടെ പാർട്ടി ലീഡറാക്കി മാല ഇടാം. ആഹാ, മിസ്റ്റർ ജയൻ സിന്ദാബാദ്. മിസ്റ്റർ ജയൻ സിന്ദാബാദ് എന്നെ ഉടനെ ഒട്ടിയല്ലോ.